എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഈ വണ്ടി സ്ക്രാപ്പിന് കൊടുക്കുന്ന സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, വണ്ടിയുടെ ഈ സ്ക്രാപ്പിന് കൊടുക്കുന്ന സമയത്ത് ആർ ടി ഓഫീസിൽ പേര് വെട്ടണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സംശയം അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയിട്ട് വണ്ടി കൊടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ചേസ് നമ്പരും എൻജിൻ നമ്പരും ചുരണ്ടി കളഞ്ഞിട്ട് വണ്ടി കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. അതൊരു തെറ്റായ ധാരണയാണ്. ഒരിക്കലും യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരുണ്ടല്ലോ, നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്നതുപോലെ തന്നെ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൻ്റെ RC ബുക്ക്. അത് RTO ഓഫീസിൽ രജിസ്റ്റേർഡാണ്. ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഇതെങ്ങനെയൊക്കെ നമ്മൾ ചേസ് നമ്പരും എൻജിൻ നമ്പരും ഒക്കെ ചുരണ്ടി കളഞ്ഞിട്ട് കൊടുത്താലും ശരി, നമുക്ക് ആ പേപ്പർ ഭാഗം നമ്മളെ 15 വർഷം കഴിയുമ്പോൾ അവരിത് അപ്ഡേറ്റ് ചെയ്യും. നോക്കുന്ന സമയത്ത് നമ്മൾ എത്ര രൂപ ടാക്സ് അടയ്ക്കാനുണ്ടോ അത് അടയ്ക്കേണ്ടി വരും. അത് മാത്രമല്ല, ഈ വണ്ടി ഏതെങ്കിലും രീതിയിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് സ്ക്രാപ്പിന് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ, അവിടെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ ഈ RC ഓണർ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഉത്തരവാദി. അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയിട്ടും ചേസ് നമ്പരും എൻജിൻ നമ്പരും ചുരണ്ടി കളഞ്ഞിട്ടൊക്കെ കൊടുത്ത് തലയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. എന്നായാലും ശരി, നമ്മൾ സർക്കാരിന് പൈസ അടച്ച് തന്നെ ആവേണ്ടി വരും. അതുകൊണ്ട് 15 വർഷമോ 20 വർഷമോ 30 വർഷമോ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉപയോഗ സമയം കഴിഞ്ഞതിന് ശേഷം നിയമപരമായിട്ട് RTO ഓഫീസിൽ പോയി സ്ക്രാപ്പിനുള്ള പേപ്പർ വാങ്ങി അതിൻ്റെ RC വെട്ടിയതിന് ശേഷം മാത്രം നമ്മൾ സ്ക്രാപ്പിന് കൊടുത്ത് ഒഴിവാക്കുക. അല്ലാതെ നമ്പർ പ്ലേറ്റും എൻജിൻ നമ്പരും ചുരണ്ടി കളഞ്ഞിട്ട് കൊടുത്ത് കാശ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സ്ക്രാപ്പിന് എടുക്കാൻ വരുന്ന ആൾക്കാർ പറയും 2 വീലർ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തെറ്റായ, അവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. എല്ലാവരും ഒന്നുമില്ല, ചില അറിയാവുന്ന ആൾക്കാർ അത് നമുക്ക് പറഞ്ഞു തന്നത് ചെയ്യിക്കും. പക്ഷേ മിക്ക ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല. പലരും 2 വീലർ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത കേസാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. നമുക്കന്നേരം പൊട്ടം ചുറ്റിയിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കാശിന് അത്യാവശ്യം എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു ചർച്ചയും കൂടെ ഉണ്ടായിരുന്നു. കടപ്പാടമാണ് ഈ കടപ്പാടം പോകും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊല്ലക്കാരനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കടപ്പാടമെന്നും പറയും, കിടപ്പാടമെന്നും പറയും. അതേ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് വലിയൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നുന്നില്ല. എന്തായാലും വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയ്ക്കായിട്ട് തീർച്ചയായിട്ടും പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നന്ദി, നമസ്കാരം.